പി ജയരാജന്റെ വിഷയത്തിൽ അദ്ദേഹം എന്തായാലും CPM രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് കരുതുന്നത്. ഇടതുമുന്നണി വലിയ പ്രതിരോധത്തിലാണ്. ഇതിൽ ഈ പാർട്ടി നടപടിയുടെ ഭാഗമായി ഒഴിവാക്കിയതോടെ പി ജയരാജന്റെ തുടർ നീക്കങ്ങൾ പാർട്ടിക്കും കേരള രാഷ്ട്രീയത്തിനും ഒക്കെ നിർണായകമെന്ന് പറയേണ്ടി വരും. കൂടുതൽ നടപടികൾക്ക് സാധ്യതയില്ലെന്നാണ് തോന്നുന്നത്. പക്ഷേ ചുമതലകൾ ഇല്ലാതായതോടെ എന്നാലും ഇദ്ദേഹത്തിന്റെ തുടർ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് സാഹൂത് വീക്ഷിക്കുകയായിരിക്കും CPM. കാരണം പി എന്നത് തന്നെ ഈ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ്. എപ്പോഴും പ്രതികരിച്ച് വിവാദങ്ങളിൽ ഇടം പിടിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ്. അതോടൊപ്പം തന്നെ പറയാനുള്ളത് പറയാൻ മടിക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് അദ്ദേഹം ഇത് നേരിടേണ്ടി വന്നത് എന്നുകൂടി നമ്മൾ പറയേണ്ടി വരും. ശാലിനി ചെയ്യുന്നുണ്ട്. ശാലിനി ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കൂടുതൽ നടപടികളൊന്നും ഉണ്ടാവില്ല. കാരണം ഇനിയിപ്പോൾ ബ്രാഞ്ച് സമ്മേളനം തുടങ്ങി അങ്ങോട്ട് പാർട്ടി സമ്മേളനം വരെ നടക്കാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നടപടിയെടുത്ത് കൂടുതൽ വിഭാഗത്തിലേക്കൊന്നും പാർട്ടി പോവില്ല. പക്ഷേ പി ജയരാജനെ ഇങ്ങനെ ഒബ്സർവേഷനിൽ നിർത്തിയിരിക്കുകയാണ്. കാരണം എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ അടുത്ത നീക്കം എന്നുള്ളത് പാർട്ടിക്കൊരു അങ്കലാപ്പുണ്ട്. കാരണം പാർട്ടിയിൽ DYFI കാലം തുടങ്ങി ഇങ്ങോട്ട് വളരെ അതിശക്തനായ നേതാവായിട്ട് എല്ലാ കാര്യങ്ങളിലും എല്ലാ നയരൂപീകരണങ്ങളിലുമൊക്കെ പാർട്ടിയിൽ നിന്നൊരാളാണ്. പക്ഷേ നമുക്കറിയാം ഒരു ഘട്ടത്തിലെത്തിയപ്പോഴത്തേക്കും അദ്ദേഹത്തിന് മറികടന്നുകൊണ്ട് പലരും അദ്ദേഹത്തിന് മുകളിലേക്ക് കയറിപ്പോയത്. അന്ന് തന്നെ അദ്ദേഹം അതൃപ്തി പ്രകടിപ്പിച്ചതും സമീപകാലത്ത് അതെല്ലാം വളരെ ചർച്ചയായതുമാണ്. ഏതായാലും എന്താണ് CPM എടുക്കുന്ന നിലപാട്? പി ജയരാജൻ കണ്ണൂരേക്ക് വീട്ടിലേക്ക് തിരിച്ചു പോയത് നമുക്കറിയാം. ഇവിടുന്ന് എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ടാണ് അദ്ദേഹം പോയത്. അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ നിന്ന്, പാർട്ടി കൊടുത്ത ഫ്ലാറ്റിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് ഇനി പിയുടെ കാര്യത്തിൽ പാർട്ടി ഒരു തീരുമാനമെടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. ശാലിനി, വീണ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് തിരുവനന്തപുരത്ത് AKG സെന്ററിന് മറുവശത്തായിട്ടുള്ള ചിന്താ ഫ്ലാറ്റിലാണ് അദ്ദേഹം പാർട്ടി ഔദ്യോഗികമായി നൽകിയിരുന്ന റൂമിലാണ് താമസിച്ചിരുന്നത്. അവിടെ നിന്നും എടുക്കാൻ കഴിയുന്ന പരമാവധി സാധനങ്ങളും എടുത്താണ് കണ്ണൂരിലെ വീട്ടിലേക്ക് പി ജയരാജൻ മടങ്ങിയത്. ആ മടക്കം തന്നെ തിരികെ ആ സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ ചിന്തയിലേക്കോ താൻ ഇനി ഇല്ല എന്നുള്ള ഊട്ടിയുറപ്പിക്കൽ കൂടിയായിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നിലവിൽ ഇന്ന് അദ്ദേഹം കണ്ണൂരിൽ തന്നെയാണ് ഉള്ളത്. പക്ഷേ ഔദ്യോഗികമായ മാധ്യമങ്ങൾക്ക് മുൻപിൽ ഒരു പ്രതികരണം നടത്താൻ പി ജയരാജൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അത് തന്നെയാണ് രാഷ്ട്രീയ കേരളവും CPM-ഉം ഉറ്റുനോക്കുകയും ചെയ്യുന്നത്. പി വാതുറന്നാൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള അങ്കലാപ്പ്, ആശങ്ക അത് പാർട്ടിക്കുണ്ട്. പാർട്ടി അക്കാര്യത്തിൽ പ്രതിരോധത്തിലാണ് എന്നുള്ളതിൽ സംശയമില്ല. ബ്രാഞ്ച് സമ്മേളനങ്ങൾ അടക്കം ഇന്ന് തുടങ്ങുകയാണ്. സമ്മേളനങ്ങൾ തുടങ്ങി പാർട്ടി കോൺഗ്രസ് വരെ പോകുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുമ്പോൾ കൂടുതൽ വിഷയങ്ങൾ ഇടപെട്ട് അല്ലെങ്കിൽ കൂടുതൽ വിവാദങ്ങളിലേക്ക് പി വിഷയം കൊണ്ടുപോകേണ്ട എന്നുള്ളൊരു നയത്തിലേക്കാണ് സംസ്ഥാന നേതൃത്വം പോകുന്നത്. ഇന്നലെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ടപ്പോഴും മാധ്യമങ്ങൾ ആഞ്ഞാഞ്ഞ് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെ നടപടിയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിനെ ഈ ഒരു സ്ഥാനത്ത് നിന്നും ഒഴിവാക്കുന്നത് അല്ലെങ്കിൽ ഒഴിവായത് എന്നുള്ളത് ചോദിക്കുമ്പോൾ പറഞ്ഞത് പ്രധാനമായും രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പി ജയരാജൻ നടത്തിയ ചില പ്രതികരണങ്ങൾ, ഒപ്പം തന്നെ BJPയുടെ കേരള പ്രഭാരിയായ പ്രകാശ് ജാവദേക്കറുമായി അദ്ദേഹം സംസാരിച്ചു, കൂടിക്കാഴ്ച നടത്തി. ഇത് രണ്ടും പാർട്ടിയുടെ നിയമങ്ങൾക്ക് അല്ലെങ്കിൽ പാർട്ടി ചട്ടങ്ങൾക്ക് ചേർന്നതല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അച്ചടക്ക നടപടി അല്ലെങ്കിൽ ആ തരത്തിലുള്ള നടപടി നേരിടേണ്ടതായിട്ട് വരും. അത് പി എന്നല്ല, ഏത് നേതാവാണെങ്കിലും ഏത് പ്രവർത്തകരാണെങ്കിലും അത്തരത്തിൽ നടപടി നേരിടേണ്ടി വരും. അതിന്റെ ഭാഗമായിട്ട് ചില നടപടികൾ ഉണ്ടായി എന്ന് മാത്രമാണ്. പക്ഷേ ഔദ്യോഗികമായി മറ്റ് പ്രതികരണങ്ങളിലേക്ക് അദ്ദേഹം കടന്നിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇനി പി സംസാരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇന്നോ നാളെയോ പി മാധ്യമങ്ങളെ കാണാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും കാണുന്നുണ്ട്. അങ്ങനെ മാധ്യമങ്ങളെ കാണുകയാണെങ്കിൽ എന്തൊക്കെ ബോംബുകളായിരിക്കും ഒരുപക്ഷെ അദ്ദേഹത്തിന് പറയാൻ പോകുന്നത് പൊട്ടിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഏറെ നിർണായകമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ അടക്കം അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ് പി ജയരാജൻ എന്നുള്ളത്. പാർട്ടിയെ കഴിഞ്ഞ കുറെ നാളുകളായി അടുത്തറിയാവുന്ന പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാവാണ്. അദ്ദേഹത്തിനെ വെട്ടിക്കൊണ്ട് പലരും അദ്ദേഹത്തിന്റെ സ്ഥാനത്തേക്കും അദ്ദേഹത്തിന് മുകളിലേക്കും ഒക്കെ വന്നതിലുള്ള അതൃപ്തി പി ജയരാജൻ പല ഘട്ടങ്ങളിലും അറിയിച്ചിട്ടുണ്ട്. LDFന്റെ കൺവീനർ ആയിരിക്കെ തന്നെ AKG സെന്ററിനെ പടിചവിട്ടാനോ അല്ലെങ്കിൽ AKG സെന്ററിൽ നടക്കുന്ന സംസ്ഥാന കമ്മിറ്റിയിലോ സമിതിയിലോ അടക്കം പങ്കെടുക്കാതെ മാറി നിന്ന ഘട്ടങ്ങളുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ചില അനുരഞ്ജന ചർച്ചകൾ നടത്തി പിയെ പാർട്ടിയുടെ വഴിയിലേക്ക് കൊണ്ടുവരുന്ന സമീപനമായിരുന്നു സംസ്ഥാന നേതൃത്വവും മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ സ്വീകരിച്ചത്. പക്ഷേ ഈ ഘട്ടത്തിൽ ഈ അവസാന നിമിഷത്തിൽ ഒരു രീതിയിലുള്ള അനുരഞ്ജന ചർച്ചകളും അനുനയ നീക്കങ്ങളും നടന്നില്ല എന്നുള്ളതാണ് രാജിക്കത്ത് നൽകിയതിലൂടെ നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നത്. എന്തായാലും പി കണ്ണൂരിലെ വീട്ടിൽ വിശ്രമത്തിലാണ്. പി ഇനി സ്വീകരിക്കാൻ പോകുന്ന നടപടികളും തുടർ പ്രതികരണങ്ങളും ഏറെ നിർണായകമാണ് സംസ്ഥാന സർക്കാരിനെയും പാർട്ടിയെ
സംബന്ധിച്ചിടത്തോളം എന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും നിലവിൽ കേന്ദ്ര കമ്മിറ്റി അംഗം മാത്രമായി EP ജയരാജൻ പാർട്ടിയിൽ തുടരും. കേന്ദ്ര കമ്മിറ്റി അംഗമായി തുടരുന്ന സാഹചര്യത്തിൽ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് നമുക്ക് ഇനി അറിയേണ്ടത്. സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് അച്ചടക്ക നടപടിയോ മറ്റോ ഒന്നും ഉണ്ടാകില്ല എന്നുള്ള സൂചനകൾ കൂടിയാണ് പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അതേസമയം തന്നെ EP-യുടെ നടപടികൾ, EP-യുടെ പ്രതികരണങ്ങളൊക്കെ ഏറെ നിർണായകമാകും എന്നുള്ളതിൽ സംശയമില്ല. ആ പ്രതികരണങ്ങളിൽ ആരൊക്കെ വീഴും എന്നുള്ളത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. അതോ പ്രാഥമിക അംഗത്വം കൂടി അദ്ദേഹം